സെയ്സ്മിക് റെസിസ്റ്റന്റ് എന്ന് പറയും. ഈ സെയ്സ്മിക് സോൺ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ? അതായത് ഭൂമി കുലുക്കൽ ഉണ്ടായാൽ അതിനെ തടഞ്ഞ്. സുഹൃത്തുക്കളെ നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് വയനാടാട്ടോ. വയനാട് ചൂരൽമല ദുരന്തം നടന്നിട്ടിപ്പോൾ ഒരു വർഷം കഴിഞ്ഞു. ഒരു രാത്രി നല്ല സുഖമായിട്ട് കിടന്നുറങ്ങിയ ആളുകൾ പിറ്റേന്ന് എണീറ്റപ്പോൾ അവരുടെ നാടും ഗ്രാമവും ഉറ്റവരും ഉടവരും എല്ലാം നഷ്ടപ്പെട്ട ഒരു അതിഭീകരമായിട്ടുള്ള രംഗത്തിലൂടെ കടന്നു വന്നു. ആ ഒരു മരണപ്പെട്ട ആളുകളെ സ്മരിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ ആരംഭിക്കാം. വയനാട് ചൂരൽമല പുനരധിവാസ പാക്കേജ് കൽപ്പറ്റ ടൗണിനോട് ചേർന്നിട്ടുള്ള ആ ഒരു ബൈപ്പാസിലാണ് ഈ ഒരു ടൗൺഷിപ്പ് വരുന്നത്. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കൽപ്പറ്റ ബൈപ്പാസിനോട് ചേർന്നിട്ടുള്ള 61ഓളം ഏക്കറാണ് സർക്കാർ ഏറ്റെടുത്തിട്ടുള്ളത്. അതിൽ 45ഓളം ഏക്കറിലാണ് ഇപ്പോൾ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. 5 സെക്ടറിലായിട്ടാണ് ഈ ഒരു ടൗൺഷിപ്പ് വരുന്നത്. കുറേ കാലം തേയിലത്തോട്ടമായിട്ട് കിടന്ന ഈ ഒരു ഭൂമിയിൽ മണ്ണ് പരിശോധന നടത്തിയപ്പോൾ ഏകദേശം 1 മീറ്റർ മുതൽ 3 മീറ്റർ വരെ ഡെപ്തിൽ തൂണുകൾ നിർമ്മിക്കേണ്ടി വരും. RCC ഫൗണ്ടേഷൻ ഉപയോഗിച്ചിട്ടാണ് ഇവിടുത്തെ വീടുകൾ നിർമ്മിക്കുന്നത്. പിന്നെ സെയ്സ്മിക് റെസിസ്റ്റൻസ്, അതായത് ഒരു ഭൂമിക്കുലൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കുന്ന രീതിയിലുള്ള വീടുകളാണ് ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും കൽപ്പറ്റ ടൗണിനോട് ചേർന്നിട്ടാണ് ഈ ഒരു ടൗൺഷിപ്പ് വരുന്നത്. അതായത് കൽപ്പറ്റ ബൈപ്പാസിനോട് ചേർന്നിട്ട് വീടിൻ്റെ മുകളിൽ നിന്നൊക്കെ നോക്കിക്കാന്നുണ്ടെങ്കിൽ കൽപ്പറ്റ ബൈപ്പാസ് കാണാം. അപ്പോൾ ഇവിടെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വീടുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫൗണ്ടേഷൻ അല്ലെങ്കിൽ പില്ലറിൻ്റെ വർക്കുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ടൗൺഷിപ്പിൽ ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രമുണ്ട്, അങ്ങാടിയുണ്ട്, മാർക്കറ്റ് ഉണ്ട്, കമ്മ്യൂണിറ്റി ഹാൾ ഉണ്ട്. അപ്പോൾ ഇതേപോലത്തെ RCC ഫൗണ്ടേഷൻ ഉപയോഗിച്ചിട്ട് പില്ലറിലാണ് ഈ വീട് തയ്യാറാകുന്നത്. ഏതായാലും ഇതിനെപ്പറ്റി നമുക്ക് കൂടുതൽ ചോദിച്ചറിയാം. ഏതായാലും നമ്മൾ ഒരാളുടെ ഒരു സാറുണ്ട്. സാർ നമസ്കാരം. സാറിൻ്റെ പേരെന്തായാലും? പരമൻ, പ്രോജക്ട് മാനേജർ. അപ്പോൾ സാറ് അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. സാറേ ഈ ഒരു ഫൗണ്ടേഷൻ്റെ പ്രത്യേകത ഇപ്പോൾ എന്താണ്? നമ്മൾ ഈ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തതിന് മുമ്പേ ഈ മൊത്തം ഏരിയയിലുള്ള ഒരു 64 ഹെക്ടർ ലാൻഡ് ഉണ്ട്. അത് മൊത്തം ഏരിയയിലുള്ള സോയിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കിട്ടിയ പ്രോപ്പർട്ടിയുടെ ഭയങ്കര വേരിയേഷനാണ്. ഇവിടെ കിട്ടിയ പ്രോപ്പർട്ടി അല്ല ബാക്കിയുള്ള ഏരിയയിലേക്ക്. ഇത് 5 സോണിലായിട്ടുള്ള വർക്കാണ്. അതായത് 5 സെക്ടർ ആയിട്ടാണ് 5 സോണിൽ. ഇത് ആദ്യത്തെ സോൺ 1 ആണ് ഇത്. അപ്പൊ അതിൽ സോയിലിന്റെ പ്രോപ്പർട്ടി കിട്ടിയിരിക്കുന്നത് വളരെ അതിൽ ഭയങ്കര വേരിയേഷൻ ഉണ്ട്. അതായത് ഒരേ സ്ഥലത്തുള്ള മണ്ണല്ല, എല്ലാ സ്ഥലത്തുള്ള. അപ്പൊ സോയിൽ ഇൻവെസ്റ്റേഷൻ നടത്തിയ റിസൾട്ട് കിട്ടിയ അനുസരിച്ചാണ് നമ്മൾ ഫൗണ്ടേഷൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ 9 ടൈപ്പ് ഫൗണ്ടേഷൻ ഉണ്ട്. 9 ടൈപ്പ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ സോയിലിന്റെ സേഫ് ബെയറിംഗ് കപ്പാസിറ്റി ടെസ്റ്റ് ചെയ്തിട്ട് നമ്മളിപ്പോൾ ഫൗണ്ടേഷൻ എടുത്തില്ലേ, ഈ കുഴിച്ചതിന് ശേഷം അതിന്റെ ടെസ്റ്റ് ചെയ്യും, അതിന്റെ സേഫ് ബെയറിംഗ് കപ്പാസിറ്റി ടെസ്റ്റ് ചെയ്യും. ആ കിട്ടുന്ന വാല്യൂവിനനുസരിച്ചിട്ടുള്ള ഡിസൈനാണ് നമ്മൾ ആ സമയത്ത് ഡിസൈഡ് ചെയ്യുക. അതിൽ നമ്മുടെ കൺസൾട്ടന്റ് കിഫ്കോ ഉണ്ട്. ആ കിഫ്കോൺ കൂടി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടാണ് ഏത് ഫൗണ്ടേഷൻ വേണമെന്ന് തീരുമാനിക്കുക. അതായത് നിങ്ങൾ കമ്പനി മാത്രം തീരുമാനം അല്ലല്ല, ഇതിനൊരു നമ്മൾ ഇൻഡിപെൻഡന്റ് അല്ല, നമ്മുടെ പേരിൽ കൺസൾട്ടന്റ് ഉണ്ട്. ഗവൺമെന്റ് ചുമതല ഏജൻസിയാണ് കിഫ്കോൺ. ആ ഓരോ അവസരങ്ങളിലും അവർ വന്ന് ചെക്ക് ചെയ്തിട്ട് ഉറപ്പുവരുത്തിയ ശേഷമാണ്, അത് അപ്രൂവ് ചെയ്തതിനു ശേഷമാണ് ഇത് തന്നെ നമ്മൾ കോൺക്രീറ്റ് ചെയ്യുന്ന. അവർ അപ്രൂവ് ചെയ്താൽ നമുക്ക് കോൺക്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇതിൽ നമ്മൾ സാധാരണ ഇപ്പോൾ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന സിമെന്റ് ആണോ അല്ലെങ്കിൽ ഹൈഗ്രേഡ് കോൺക്രീറ്റ്, അങ്ങനെ ഇതിന്റെ ഒരു ഇത് നല്ല ബ്രാൻഡ് സിമെന്റ് വെച്ചിട്ട് തന്നെ നമ്മൾ ചെയ്യുന്നത്. സിമെന്റിന്റെ PSC സിമെന്റ് അങ്ങനെ അതുപോലെ എന്തെങ്കിലും സിമെന്റിൽ വ്യത്യാസം എന്തെങ്കിലും ഈ ഒരു പൈലിംഗ് ചെയ്യണതിലൊക്കെ? ഇത് പൈലിംഗ് അല്ല, ഇതിൽ ഫൗണ്ടേഷനിൽ ഇത് റാഫ്റ്റ് ഫൗണ്ടേഷൻ ആണ്. ഇത് ഈ കാണുന്നത് ഫുട്ടിംഗ് ആണ്. അതിന്റെ മേലെ ഇത് ഷിയർ വാൾ എന്ന് പറയും. അതായത് നമ്മളെ ഈ വീടിന്റെ ടെറസ് വരെ ഈ ഒരു തൂണ് പോകും, ഈ ഒരു പില്ലർ പോകും. ഓക്കെ. പിന്നെ ഇതിന്റെ മുകളിൽ ഇനിയിപ്പോ നമ്മളെ തറന്റെ പോലെ അങ്ങനെ RCC ഫ്രെയിംഡ് സ്ട്രക്ചർ എന്ന് പറയും. താഴെ ടോപ്പ് സ്ലാബ് വരെ ഈ ഒരു കോൺക്രീറ്റും ഇതൊക്കെ വരും. ഈ ഒരു കോൺക്രീറ്റ് മൊത്തത്തിൽ വീടിനൊരു പിടുത്തുണ്ടാവും. ഇത് സെയ്സ്മിക് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഡിസൈനാണ്. അതായത് വെറും കല്ല് മാത്രമല്ല, പടവിൽ കല്ല്, ആ ഒരു ചുമരിൽ കല്ല് മാത്രമല്ല, ഈ ഒരു കോൺക്രീറ്റിന്റെ പിടുത്തം കൂടി ഉണ്ടാവും. പിന്നെ ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്ന സെയ്സ്മിക് റെസിസ്റ്റന്റ് എന്ന് പറയും. ഈ സെയ്സ്മിക് സോൺ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ? അതായത് ഭൂമി കുലുക്കൽ ഉണ്ടായാൽ അതിനെ അതിജീവിക്കാനുള്ള ഒരു ഡിസൈൻ കൂടിയാണ് ഇത്. പിന്നെ ഇതിൽ നമ്മൾ മെറ്റീരിയലൊക്കെ എങ്ങനെ, ഇപ്പോൾ കമ്പിയൊക്കെ മെറ്റീരിയൽ ഇപ്പം നമ്മളിപ്പോൾ ഇതിന്റെ റോ മെറ്റീരിയൽ, ഇപ്പൊ സപ്പോസ് കോൺക്രീറ്റിന്റെ റോ മെറ്റീരിയൽ അത് നമ്മൾ ഓരോ ഏജൻസിയിൽ നിന്ന് എടുക്കുന്നതാണ്. അത് നമ്മൾ ഇത് ക്വാളിറ്റി കൺട്രോൾ ലാബ് ഉണ്ട്. അതിൽ നിന്ന് ടെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കിഫ്കോണിന്റെ റെപ്രസെന്റേറ്റീവ് വിറ്റ്നസ് ടെസ്റ്റ് ചെയ്തത്. ഹൈവേയുടെ ഒക്കെ ഇപ്പോൾ ബീം ഉണ്ടാക്കുമ്പോൾ ഓരോ ബീമിനും ഓരോ ടെസ്റ്റ് കാര്യങ്ങൾ അതേപോലെ തന്നെ
മെറ്റീരിയൽ, കോൺക്രീറ്റിലുള്ള മെറ്റീരിയൽ സാൻഡ്, ചിപ്സ്, അഗ്രിഗേറ്റ് ഒക്കെ അല്ലേ, അതൊക്കെ കൊണ്ടുവന്നിട്ട് നമ്മൾ ഫസ്റ്റ് ലാബിൽ നിന്ന് ടെസ്റ്റ് ചെയ്യും. അതിന് പറ്റിയ മെറ്റീരിയൽ ആണോ ഇല്ലയെന്ന് ഉറപ്പ് വരുത്തി അത് അവർ അപ്രൂവ് ചെയ്തതിനു ശേഷമാണ് നമ്മൾ ഈ കോൺക്രീറ്റ്. അതുപോലെ ഇതിന്റെ ഒരു മിക്സ് ഡിസൈൻ ഉണ്ട് ഈ കോൺക്രീറ്റിന്. എത്ര ഒരു MQ കോൺക്രീറ്റില് എത്ര അഗ്രിഗേറ്റ് വേണം, എത്ര സിമെന്റ് വേണം, എത്ര വാട്ടർ വേണം, അത് മിക്സ് ഡിസൈൻ ചെയ്യും. ആ മിക്സ് ഡിസൈൻ അവർ അപ്രൂവ് പ്രകാരമാണ് നമ്മൾ കോൺക്രീറ്റ് ചെയ്യും. ഇപ്പൊ നമ്മൾ 5 സെക്ടർ ഉണ്ടല്ലോ, ഈ ഒരു 5 സെക്ടറിലും ഇതേപോലത്തെ ഫൗണ്ടേഷൻ ആണ് വരുന്നത്, എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ? ഫൗണ്ടേഷൻ അതാ ഞാൻ പറഞ്ഞ ഈ ഇതിന്റെ സോയിലിന്റെ ഫൗണ്ടേഷന്റെ സേഫ് ബെയറിംഗ് കപ്പാസിറ്റി ടെസ്റ്റ് ചെയ്യും. ഒരു ഡൈനാമിക് പെനട്രേഷൻ ടെസ്റ്റ് ഉണ്ട്. ആ ടെസ്റ്റ് നടത്തിയിട്ട് എന്താണോ സേഫ് ബെയറിംഗ് കപ്പാസിറ്റിയുടെ വാല്യൂ കിട്ടുന്നത് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഫൗണ്ടേഷൻ. അതാണ് ഞാൻ പറഞ്ഞത്, ഈ സോയിൽ പ്രോപ്പർട്ടി വളരെ വേരിയേഷനാണ് വരുന്നുണ്ട്. പിന്നെ നമ്മള് ഞാൻ ഇപ്പൊ കമ്പി JSW ആണ് ഉപയോഗിച്ചത് കണ്ടത്. JSW ടാറ്റയും നമുക്ക് അപ്രൂവ്ഡ് ബ്രാൻഡാണ്. ഇപ്പൊ വന്നിരിക്കുന്നത് JSW ആണ്. ഇപ്പൊ ഒരുവിധം എല്ലാ ഇതിലും നമ്മള് ബുള്ളറ്റ് ട്രെയിനിൽ വരെ JSW സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മള് ഈ സ്ഥലത്ത് ഇപ്പൊ ഞാൻ ഇവിടെ മഴ പെയ്തുകൊണ്ടാണല്ലോ വെള്ളക്കെട്ടുകൾ. അപ്പൊ ഈ നിർമ്മാണത്തിൽ മഴ പെയ്യുമ്പോൾ എന്തെങ്കിലും തടസ്സം? അല്ല, മഴ പ്രതികൂല കാലാവസ്ഥ ഇതിന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റുന്നില്ല. ഇതിലിപ്പോ നമ്മൾ GSB ആണോ ഇടല് അതോ നമ്മളിപ്പോ എസ്റ്റിമേറ്റ് സാധാ ഫില്ലിംഗ് ആണ്. GSB കാര്യങ്ങളൊന്നും അല്ല, GSB ഇല്ല. അപ്പൊ GSB ചെയ്യാനുള്ള നമ്മളിപ്പം പ്ലാൻ ചെയ്യും. അപ്പൊ ഇതില് ഈ നനഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഫില്ലിംഗ് ചെയ്യാനുള്ളതിന് ആ കോമ്പേഷൻ നമുക്ക് ഇവിടെ കിട്ടുന്നില്ല. അതായത് നമ്മൾ ഗേബിയൻ വാളൊക്കെ ചെയ്യുമ്പോൾ മണ്ണ് ഫിറ്റ് ആയതിനു ശേഷം മേലെ മണ്ണ്, അതേപോലെ തന്നെ ഫിറ്റ് ആക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അല്ല, ആ ഫിറ്റ് ആക്കാതെ മണ്ണിട്ട് ചിലപ്പോൾ ഇരിക്കാനും ചാൻസ് ഉണ്ട്. അതെ, ഈ സോയിൽ ഈ എക്സ്കവേഷൻ ചെയ്യുന്ന സോയിൽ തന്നെ ഇവിടെ ഫില്ല് ചെയ്യാനുള്ള നമ്മുടെ ആക്ച്വലി എസ്റ്റിമേറ്റിലൊക്കെ അങ്ങനെയാണ്. പക്ഷെ ഇതിന്റെ സോയിലിന്റെ പ്രോപ്പർട്ടി നനഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ടെസ്റ്റ് നടത്തേണ്ട, ഒരു കോമ്പാക്ഷൻ ടെസ്റ്റ്. അതിന്റെ വാല്യൂ അച്ചീവ് ആകാത്തോണ്ട് നമ്മൾ ഇതിങ്ങനെ പ്രതികൂല കാലാവസ്ഥ. ചെറിയൊരു ഡൗട്ട്, ഇപ്പൊ നമ്മളെ ഇന്നൊരു ദിവസത്തിൽ ഇത് പൂർത്തിയാക്കണം എന്നുള്ള ഒരു ഇതുണ്ട്. ആ ഒരു സമയം കൊണ്ട് നിങ്ങൾക്ക് പൂർത്തിയാക്കാൻ പറ്റും? കാരണം ഇത്രയും തൊഴിലാളികൾ, 410 വീടുകൾ വേണ്ടേ? അതെ, 410 വീടുകളാണ്. അപ്പൊ ഇനി തൊഴിലാളികളെ കൂട്ടൂല. ഹൈവേ പ്രോജക്റ്റ് ഒക്കെ കഴിയുമ്പോൾ ആളുകൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണം. ഒരുപാടുണ്ടല്ലോ, നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് നമ്മളെ പ്ലാൻ പ്രകാരം ഒരു മാർച്ച് ആകുമ്പോഴേക്കാണ്. പിന്നെ അതിന് മുമ്പേ, കാരണം ഇത് ഈ ദുരന്തം അനുഭവിച്ച ആൾക്കാർക്ക് വേണ്ടിയുള്ള വീടാണല്ലോ. അപ്പൊ നമ്മൾ കഴിയുന്ന അതിന് മുമ്പായിട്ട് തന്നെ വീട് കംപ്ലീറ്റ് ചെയ്യാനുള്ള നമ്മൾ പ്ലാനിങ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ ഈ ഒരു ടൗൺഷിപ്പ് പ്ലാൻ ചെയ്തത് കിഫ്കോൺ ആണോ അതോ പുറത്ത് വേറെ ഏതെങ്കിലും? അല്ല, അത് കിഫ്കോൺ ആണ്. ഇതിന്റെ മാസ്റ്റർ പ്ലാൻ ഒക്കെ ഇതിൽ ഫെസിലിറ്റീസ് വേണം. 410 വീടിന് പുറമെ എന്തൊക്കെ ഇതിൽ ഫെസിലിറ്റീസ് വേണമെന്ന് അവരൊരു ജസ്റ്റ് ലേ ഔട്ട് ആക്കി തന്നിട്ടുണ്ട്. ഹെൽത്ത് സെന്റർ ലാബ് ഉണ്ട്, ഒരു മെമ്മോറിയൽ വരുന്നുണ്ട്, മരിച്ചവർക്ക് ഫോട്ടോ കാര്യങ്ങൾ വെച്ചിട്ടുള്ള ഒരു അംഗൻവാടി വരുന്നുണ്ട്. കുട്ടികൾക്ക് അംഗൻവാടി, മാർക്കറ്റ്, ചെറിയൊരു മാർക്കറ്റ്, കമ്മ്യൂണിറ്റി സെന്റർ, കമ്മ്യൂണിറ്റി ഹാൾ. പിന്നെ ഇത് ഇങ്ങനെ ഒരു ദുരന്തം വന്നാൽ അവരെ റീഹാബിലിറ്റ് താമസിപ്പിക്കാനോ അതിനൊക്കെ ഉള്ള ഒരു ക്യാമ്പ്, ഒരു കമ്മ്യൂണിറ്റി. അതിനകത്ത് നല്ല സൗകര്യമില്ല, നല്ല ഏരിയ ഉള്ളതാണ്. പിന്നെ ഒരു MCF, മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി, വേസ്റ്റ് മാനേജ്മെന്റ്. പിന്നെ ഒരു ഓപ്പൺ എയർ തിയേറ്റർ ഉണ്ട്, ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് ഉണ്ട്, ഒരു കോർട്ടുണ്ട്, ഫുട്ബോൾ ഗ്രൗണ്ട്. അപ്പൊ ഈ ഒരു പബ്ലിക് ടോയ്ലറ്റ് ഉണ്ട്, ഒരു 3 പബ്ലിക് ടോയ്ലറ്റ്. അതായത് ഇവിടെ പുറത്തുനിന്ന് വരുന്ന ആളുകൾക്ക് ടോയ്ലറ്റ്. അതെ, പബ്ലിക് ടോയ്ലറ്റ് ഉണ്ട്. പിന്നെ ഒരു മാർക്കറ്റ് ഉണ്ട്. പിന്നെ ഇതിന്റെ റോഡ് തന്നെ ഒരു 11 കിലോമീറ്റർ കൂടുതൽ റോഡ് വരുന്നുണ്ട്. 11 കിലോമീറ്റർ കൂടുതൽ റോഡ് വരുന്നുണ്ട്. പിന്നെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ നമ്മൾ ആ വീട് മാതൃകാ വീട് കണ്ടു, അതേപോലെ എല്ലാ വീട്ടിലേക്കും 8 അടി വഴി ഒരു കാറ് നിസാനൊക്കെ പോകാനുള്ള ഒരു ചെറിയ വണ്ടി പോകാനുള്ള വീടിന്റെ മുറ്റത്ത് വരെ വരാനുള്ള എല്ലാവർക്കും വാഹന സൗകര്യം ഉണ്ട്. പിന്നെ കുടിവെള്ളത്തിന് അല്ല, ഗവൺമെന്റിന് എന്തെങ്കിലും പ്രോജക്റ്റ് ഉണ്ടോ? അല്ലെങ്കിൽ ഇവിടെ കിണർ കുഴിക്കുകയാണോ? നമ്മൾ ഇത് തന്നെ ഉണ്ട്. നിങ്ങൾ കിണർ കുഴിക്കുണ്ടോ? കിണറല്ല, ബോറ്, ഒരു സമ്പ്. എല്ലാവർക്കും കൂടിയിട്ട് ഒരു അണ്ടർഗ്രൗണ്ട് സമ്പ് ഉണ്ട്. പിന്നെ ഓവർ ഹെഡ് ടാങ്കും ഉണ്ട്. അണ്ടർഗ്രൗണ്ട് സമ്പ് എന്ന് പറഞ്ഞാൽ 7 ലക്ഷം കപ്പാസിറ്റിയാണ്. 7 ലക്ഷം ലിറ്റർ കപ്പാസിറ്റി അണ്ടർഗ്രൗണ്ട് UG സമ്പ്. ഓവർ ഹെഡ് ടാങ്ക് ഉണ്ട്, ഒരു 2.5 ലക്ഷം കപ്പാസിറ്റി ഉള്ള ഓവർ ഹെഡ് ടാങ്ക് ഉണ്ട്. അതിൽ നിന്നാണ് വീട്ടിലേക്ക്, ഓരോ വീട്ടിലേക്കും 1000 ലിറ്ററിന്റെ ഒരു ടാങ്ക് വരും. അതെ, അത് അവരുടെ ഇഷ്ടമാണ് സാറേ. ഈ ഒരു ഫൗണ്ടേഷൻ ഇപ്പൊ നമ്മൾ ഇത് മുകളിൽ ഇതുവരെ പോകണ്ടല്ലോ, സ്ലാബ് ടെറസ് വരെ പോകുന്നുണ്ട്. പിന്നെ ഇതിൽ ഈ ബെൽറ്റ് ചെയ്യാറുള്ള പോലെ നമ്മൾ ഒരു സാധനം ഉണ്ടല്ലോ, നമ്മൾ ക്രോസ് ആയിട്ട്, പിന്നെ അതിന് മുകളിൽ കോൺക്രീറ്റ് വരുന്നുണ്ട്. ഇപ്പൊ തറയിൽ മുകളിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്ന ഒരു ഗ്രേഡ് സ്ലാബ് എന്ന് പറയും. മൊത്തം ഏരിയ ഒരു സ്ലാബ് ചെയ്യാൻ അത് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതിന്റെ മുകളിൽ ഒരു ഫില്ലിംഗിന്റെ ഇഷ്യൂ ഒക്കെ തീരും. മനസ്സിലായി. ഫില്ലിംഗിന്റെ ഇഷ്യൂ, അത് കാരണം ഡിലേ ആണ് വർക്ക്. ഇതിന്റെ ഫൗണ്ടേഷൻ, അതായത് അടിത്തറ നന്നാകുമ്പോഴാണ്
വീട് നന്നാവുള്ളൂ. ഓക്കെ, സാറ് പറഞ്ഞതുപോലെ ചെറിയൊരു ഭൂമികുലൊക്കെ കാര്യങ്ങൾ ഇനിയൊരു ദുരന്തം വരുമ്പോൾ അത് അതിജീവിക്കാനുള്ള ഒരു നിർമ്മാണമാണ്. അത്തരത്തിലുള്ള ഒരു ടെക്നോളജിന്റെ പേര് ഞാൻ മറന്നുപോയി സാറേ. ഇപ്പൊ റെസിസ്റ്റന്റ് ആ ഒരു ടെക്നോളജിയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു 45 ഏക്കറിൽ, അതായത് 5 സെക്ടറായിട്ടാണ് ഈ ഒരു നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത്. 5 സോണിലും ഈ മണ്ണിൽ വ്യത്യാസമുണ്ട്. അതായത് ഫൗണ്ടേഷൻ ചിലപ്പോൾ 1.5 മീറ്റർ ആണെന്നുണ്ടെങ്കിൽ അടുത്ത സ്ഥലത്ത് ചിലപ്പോൾ 2.5 മീറ്റർ താഴ്ചയിൽ വേണ്ടി വരും. അപ്പോൾ ഈ ഒരു ഫൗണ്ടേഷൻ, ഓപ്പൺ ഫൗണ്ടേഷൻ പോലെ അങ്ങനെ ആ ഒരു തൂണിൽ സെസ്മിക് റെസിസ്റ്റൻറ്റ് ടെക്നോളജി, അതായത് RCC ഫൗണ്ടേഷൻ ഉപയോഗിച്ചിട്ടാണ് ഇവിടുത്തെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ മണ്ണ് വെറ്റായിട്ടാണ് കിടക്കണേ. അതായത് നല്ല മഴ പെയ്യാന്നുണ്ടെങ്കിൽ നിർമ്മാണത്തിൽ താമസം വരും. 1000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഈ ഒരു വീടിന് 9 തൂണുകളാണ് വരുന്നത്. അപ്പോൾ ആ ഒരു തൂണ് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വീതിയുള്ള തൂണാട്ടോ, അതായത് നല്ല കട്ടിയുള്ള തൂണാണ്. അപ്പോൾ അതിൻ്റെ മുകളിലോട്ട് 2 നിലയോ 3 നിലയോ എത്ര നില വേണമെന്നുണ്ടെങ്കിലും നിർമ്മിക്കാൻ പറ്റാവുന്ന രീതിയിലാണ്. പിന്നെ ആ ഒരു സെസ്മിക് റെസിസ്റ്റൻസ്, അതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഭൂമികുലൊക്കെ ഉണ്ടാകുമ്പോൾ വീടുകൾക്ക് കേടുപാട് പറ്റില്ല. അതിനെ തരണം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നിർമ്മാണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഇവിടെ നടക്കുന്നത്. അപ്പോൾ വീടുകൾക്കുള്ള ഫൗണ്ടേഷൻ വർക്കുകളാണ് ഇപ്പോൾ നടക്കുന്നത്. പിന്നെ ഈ ഒരു ഇവിടുത്തെ മണ്ണ് വെറ്റായിട്ട് കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഫില്ലിംഗ് പണികളൊന്നും പെട്ടെന്ന് പൂർത്തിയാക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. പിന്നെ ഇന്ന സമയത്ത് തീർത്ത് കൊടുക്കണം എന്നുള്ള ലക്ഷ്യത്തോടെ ഒന്നും ഇവിടെ നിർമ്മാണം നടക്കൂല. കാരണം മണ്ണിൻ്റെ ഘടന അങ്ങനെയാണ്. ഫില്ലിംഗ് വർക്കുകളൊക്കെ കുറച്ച് ലാഗാകും. പിന്നെ മഴ പെയ്യുന്നതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകും. ഏതായാലും ഈ ഒരു ടൗൺഷിപ്പിൻ്റെ ഭാഗമായിട്ട് നിർമ്മിച്ച് കൊടുക്കുന്ന വീടുകൾ നല്ല ക്വാളിറ്റിയിൽ തന്നെ നിർമ്മിച്ച് കൊടുക്കണം. ആ ഒരു ദുരന്തത്തെ പറ്റി കേട്ടപ്പോൾ നമ്മളെ മനസ്സിൽ എത്രത്തോളം പേടി തോന്നി. അത് അവർ അതിജീവിച്ചിട്ടാണ് അവർ വന്നിട്ട് നേരിൽ കണ്ട ആളുകളാണ്. അപ്പോൾ ഇനിയൊരു ദുരന്തം അതേപോലെ ഉണ്ടാകുമ്പോൾ അതിൽ നിന്നൊക്കെ തരണം ചെയ്യുന്ന രീതിയിലുള്ള നല്ലൊരു നിർമ്മാണം തന്നെ ഇവിടെ ഉണ്ടാകണം. അത് സർക്കാർ പ്രത്യേകം നോക്കണം. കാരണം ആ ഒരു ക്വാളിറ്റി കാര്യങ്ങളൊക്കെ എപ്പോഴും ചെക്ക് ചെയ്യണം. കിഫ്കോൺ എന്ന് പറയുന്ന ആൾക്കാരാണ് ഇതിൻ്റെ മേൽനോട്ടം വഹിക്കുന്നത്. അവരെ അണ്ടറിലാണ് ഇതിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഊരാളുങ്കലാണ് പണി ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ എൻജിനീയേഴ്സും കാര്യങ്ങളൊക്കെ, അതായത് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് കിഫ്കോൺ ആണ്. നമ്മളെ KRFB അതേപോലെ അങ്ങനെയൊക്കെ നമ്മൾ പറയുമല്ലോ, അതേപോലെ കിഫ്കോൺ ആണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. വീടിൻ്റെ ഉള്ളിലേക്ക് വരാന്നുണ്ടെങ്കിൽ വീടിനെ കുറിച്ചിട്ടുള്ള റീല് കഴിഞ്ഞ ദിവസം നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വീട് അത്യാവശ്യം കുഴപ്പമില്ല. 1000 സ്ക്വയർ ഫീറ്റിലാണ്. 2 ബെഡ്റൂം ഉണ്ട്. മുന്നിൽ ഗ്രാനൈറ്റ് ആണ്. മുന്നിൽ ഗ്രാനൈറ്റ് ഇട്ടിട്ടുണ്ട്. 7 സെൻറ്റിലാണ് ഈ ഒരു 1000 സ്ക്വയർ ഫീറ്റുള്ള വീട് വെച്ച് കൊടുക്കണം കേട്ടോ. ചുറ്റുമതിലും മുന്നിലൊരു ഗേറ്റും വരുമ്പോൾ വീട് ഒന്നും കൂടി ഉഷാറാകും. പിന്നെ അടുത്ത വീടിനോടുള്ള ആ ഒരു ഡിസ്റ്റൻസ് ഗ്യാപ്പും കാര്യങ്ങളൊക്കെ വിട്ടിട്ടുണ്ട്. മിറ്റൊക്കെ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇനി വാട്ടർ പ്രൂഫ് പെയിൻറ്റും കാര്യങ്ങളൊക്കെ വരാനുണ്ട്. വീട് തുറന്ന് ഉള്ളിലോട്ട് പോകുമ്പോൾ തന്നെ നല്ല അത്യാവശ്യം നല്ല ഒരു വിസ്താരമുള്ള ഒരു ഡൈനിങ് ഹാളാണ്. കഴിഞ്ഞ ദിവസം കാണിച്ചതാണ്. പിന്നെ ഇതിൽ കജാരിയൻ്റെ ടൈലാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. 2 ടൈലാണ്. അപ്പോക്സി ചെയ്യാനുണ്ട്. അപ്പോക്സി ചെയ്തിട്ടില്ല. ഇപ്പോൾ ചെയ്താക്കാന്നുണ്ടെങ്കിൽ ഒന്നായിട്ട് ചളിയാകും. ഏതായാലും മാതൃക വീട് ഇങ്ങനെയാണ്. ഇനി ഇതിൻ്റെ പുറം ഭാഗത്ത് പെയിൻറ്റിങ് ചെയ്യാനുണ്ട്. അതേപോലെ വാട്ടർ പ്രൂഫിങ് ചെയ്യാനുണ്ട്. പിന്നെ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് എല്ലാം ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ. ഇതാണ് ബാത്റൂം അറ്റാച്ച്ഡ് ബെഡ്റൂം. ഒരു ബെഡ്റൂം മാത്രമാണ് അറ്റാച്ച്ഡ് ബെഡ്റൂം. ഇതിൽ 2 വിൻഡോ ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ 2 കളർ കൊടുത്തിട്ടുണ്ട്. എല്ലാം പുട്ടിയിട്ടുണ്ട് കേട്ടോ. പ്രൈമറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ബാത്റൂം കുഴപ്പമില്ല കേട്ടോ. അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള, അതായത് റൂമും കാര്യങ്ങളൊക്കെ നല്ല വീതിയുള്ള അല്ലെങ്കിൽ നല്ല വലുപ്പമുള്ള റൂമാണ്. ബാത്റൂമും കുഴപ്പമില്ല. അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു ബാത്റൂമാണ്. ഡോറും കാര്യങ്ങളൊക്കെ എല്ലാം സെറ്റാണ്. സെറ എന്ന കമ്പനിയുടെ ഐറ്റംസ് ബാത്റൂം ഫിറ്റിങ്സ് ആണ്. ആ ഒരു ഐറ്റംസ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഉള്ളിൽ ഇത് ഗോദ്രേജിൻ്റെ ലോക്കാട്ടോ. പിന്നെ ഉള്ളിൽ കൊടുത്തിട്ടുള്ള പൈപ്പ് സുപ്രീമിൻ്റെ ആണ്. അതേപോലെ ഫിനോലെക്സ് എന്ന് പറയുന്ന കമ്പനിയുടെ വയറാണ് കൊടുത്തിട്ടുള്ളത്. വിൻഡോ കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാട്ടോ. ഇതാണ് നമ്മളെ സാധാ ബെഡ്റൂം. പിന്നെ കിച്ചണിലേക്ക് വരാന്നുണ്ടെങ്കിൽ റാക്ക് ഫുള്ള് ഗ്രാനൈറ്റ് ആണ്. പിന്നെ അടിയിൽ കബോർഡ് ഉണ്ട്, മൾട്ടിവുഡ് ആണ്. മുകളിലൊരു കബോർഡും കൂടി വരുന്നതാണ്. പിന്നെ ഇതിന്ന് ആ ഒരു ദിവസം ആയപ്പോഴത്തിന് ഇത് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഫുള്ളാണ്ട് തട്ടിക്കുട്ടി ചെയ്തതാണ്. അതുകൊണ്ട് ഗ്രൈൻഡിങ് ചെയ്യുന്ന പണികളൊക്കെ ബാക്കിയുണ്ട്. ലൈറ്റ് വന്നിട്ടുള്ളത് ഫിലിപ്സിൻ്റെ ആണ്. ഇത് 2ാമത്തെ അടുക്കള, ചെറിയ അടുക്കള കേട്ടോ. വലിയ അടുക്കള, ചെറിയ അടുക്കള. അപ്പം ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള സാധനങ്ങൾ, കിച്ചണിൽ ഉപയോഗിച്ചിട്ടുള്ള സാധനങ്ങൾ നോക്കിയാൽ മതി. സെറ എന്ന കമ്പനിയുടെ സാധനമാണ്. ഒരു വീട് നിർമ്മിച്ച ആളുകൾക്ക് അല്ലെങ്കിൽ വീട് നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് ഇങ്ങനെയുള്ള ഒരു ഫിനിഷിംഗ് വർക്കിലേക്ക് എത്തുമ്പോൾ ആ ഒരു ഈ സാധനത്തിൻ്റെയൊക്കെ വിലയും അതിൻ്റെ ഒരു ക്വാളിറ്റിയൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഏതായാലും പൈപ്പും കാര്യങ്ങളൊക്കെ നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി സാധനങ്ങൾ കൊടുത്തിട്ടുള്ളത്. ഇത് ഡൈനിങ് ഹാളുള്ള ബേസിനാട്ടോ. ഇതിലും ആ ഒരു കമ്പനിയുടെ സാധനം തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ബാത്റൂം കോമൺ ആയിട്ടുള്ള ബാത്റൂമും ഉഷാറാണ്. അതിലും നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ കജാരിയൻ്റെ ടൈലാട്ടോ. അവർ 2 ടൈലാണ്. ഇതിലൊക്കെ അപ്പോക്സി ചെയ്യാനുണ്ട്. ഔട്ട് ഫാനും കൊടുത്തിട്ടുണ്ട്. പിന്നെ പണി കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയുണ്ട് കേട്ടോ. അതായത് നല്ല ക്വാളിറ്റിയുള്ള വർക്കാണ്. പിന്നെ ആർക്കും വന്ന് നോക്കാം. നമ്മളെ ഏരിയയിൽ നിന്നൊരു KSRTC കണ്ടി കയറിക്കാന്നുണ്ടെങ്കിൽ കൽപ്പറ്റ ടൗണിൽ നിന്ന് ഏകദേശം ഒരു 750 മീറ്റർ അപ്പുറത്താണ് ഈ ഒരു ടൗൺഷിപ്പ് വരുന്നത്. ആർക്കും വന്ന് കണ്ട് നോക്കല്ലോ.
ഏതായാലും ഉള്ളു അടിപൊളിയാണ്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇവിടെ പണി ചെയ്യുന്ന ആരെങ്കിലും ഒരു വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ വാട്ടർ പ്രൂഫും കറക്റ്റായിട്ട് അടിക്കാനുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഈ പൈൻറ്റും കാര്യങ്ങളൊക്കെ പൊട്ടിപ്പൊളിഞ്ഞു വരാൻ ചാൻസ് ഉണ്ട്. കാരണം മണ്ണ് അത്രയും വെറ്റായിട്ടാണ് ഇപ്പോൾ എടുക്കണേ. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാകും. ചുറ്റുമല് കണ്ട ഈ ഒരു ഭാഗത്ത് കരിങ്കല്ല് ഉപയോഗിച്ച് അതിന് മുകളിൽ ബെൽറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി മുകളിലോട്ട് ഹൈറ്റ് കൂട്ടണമെന്നുണ്ടെങ്കിൽ കൂട്ടാം. ചുറ്റുമതിൽ വരുന്നുണ്ട്, മുന്നിൽ ഒരു ഗേറ്റും വരും കേട്ടോ. അപ്പോൾ അടുത്ത വീടിനോട് ഒരു ചെറിയൊരു ഡിസ്റ്റൻസ് കണ്ടെങ്കിൽ ഇത്രയും ഗ്യാപ്പ് കൂടെ ഉണ്ട്. പിന്നെ ചുറ്റുമതിലിൻ്റെ ഏരിയയിലൊക്കെ അത്യാവശ്യം നല്ല ഗ്യാപ്പ് ഉണ്ട് കേട്ടോ. സ്റ്റെയർ കൊടുത്തിട്ടുള്ളത് പുറത്താണ്. ബാക്ക് സൈഡിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ കണ്ട ഈ സൈഡിൽ ഇത്ര സ്പേസ് ഉണ്ട് കേട്ടോ. പിന്നെ ബാക്ക് സൈഡിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മളെ ഒരു സാധാ ഒരു വീട്ടിൽ 7 സെൻറ്റിൽ 1000 സ്ക്വയർ ഫീറ്റ് അല്ലേ. അപ്പോൾ അതിൻ്റെ ആ ഒരു ബാക്കി സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. എന്നാലും നല്ല സ്പേസ് ഉണ്ട്. ബാക്കിൽ ഒരു ഷെഡ് കെട്ടിയിട്ട് വിറക് പുരയൊക്കെ ആക്കാം. എന്നാലും ഇതിൻ്റെ ബാക്കിലും ഇവിടെയും ചുറ്റുമതിൽ വരും കേട്ടോ. സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഗ്രാനൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഒരു ഷെഡോ ഇതൊക്കെ കെട്ടിയിട്ട് വിറക് പുര അങ്ങനെ സംഭവങ്ങളൊക്കെ കൊണ്ടുവരാം. ഇതാണ് ബാക്ക് ഡോറ്. പൈൻറ്റിങ് പണികൾ കറക്റ്റായിട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വാട്ടർ പ്രൂഫിങ്ങിൻ്റെ ആ ഒരു ഇത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ചൊരു പണി കിട്ടും. പിന്നെ ഇതിനെ പറ്റിയിട്ട് നമ്മളൊരു അഭിപ്രായം, ഇത് ഇന്ന സമയത്ത് ആളുകൾക്ക് കൈമാറണം, അല്ലെങ്കിൽ ഇത് ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്, ഇന്ന സമയം കൊണ്ട് തന്നെ പെട്ടെന്ന് തീർക്കണം എന്ന് പറഞ്ഞ് പെട്ടെന്ന് തീർത്ത് തട്ടിക്കുട്ടി പണിയാക്കി ഒരിക്കലും ഈ ആളുകൾക്ക് കൊടുക്കരുത്. പറഞ്ഞ സമയത്തുനിന്ന് ഒരു 2-3 മാസം ഏറിയാലും വേണ്ടിയില്ല. ഇനി ടൗൺഷിപ്പിൻ്റെ ഭാഗമായിട്ടുള്ള കമ്മ്യൂണിറ്റി ഹാള് അതേപോലെ അംഗൻവാടി കാര്യങ്ങളൊക്കെ വൈകിയാലും വേണ്ടിയില്ല. ഈ ഒരു വീടുകൾ നല്ല ക്വാളിറ്റിയിൽ തന്നെ നിർമ്മിച്ച് കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ കുറ്റവും ഈ നിർമ്മിച്ച് നൽകിയിട്ടുള്ള ആളുകൾക്ക് തന്നെ വരും കേട്ടോ. കാരണം ഈ ഒരു വെറ്റായിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ വാട്ടർ പ്രൂഫിങ് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഏതായാലും ഈ ഒരു ടൗൺഷിപ്പിൻ്റെ ഭാഗമായിട്ട് ഇനി 400 ചില്ലാനം വീടുകൾ നിർമ്മിക്കേണ്ടതുണ്ട്. അതിൻ്റെ കൂടെ അതിനുമായി ബന്ധപ്പെട്ട സംഭവങ്ങളൊക്കെ നിർമ്മിക്കേണ്ടതുണ്ട്. ഒരു ദുരന്തത്തിൽ നിന്ന് അതിജീവിച്ച് വന്ന നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട്, നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട് നിർമ്മിച്ച് നൽകുന്ന ഒരു ടൗൺഷിപ്പാണ്. ഇതൊരു സർക്കാരിൻ്റെ വികസന പ്രവർത്തനമല്ല, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് നമ്മളെല്ലാവരും കൂടി ചേർന്നിട്ട് ഒത്തൊരുമയോട് നിർമ്മിച്ച് നൽകുന്ന ഒരു ടൗൺഷിപ്പാണ്. ദുരന്തം നേരിട്ട് കണ്ട നമ്മുടെ സുഹൃത്തുക്കൾക്ക് അതൊക്കെ മറന്ന് നല്ല സന്തോഷത്തോട് കൂടിയിട്ട്, സന്തോഷം ഉണ്ടാവില്ല എന്നാലും സന്തോഷത്തോട് കൂടിയിട്ടുള്ള ഒരു ജീവിതം ഉണ്ടാവട്ടെ. ഏതായാലും സുഹൃത്തുക്കളെ, ഇതൊക്കെയാണ് ടൗൺഷിപ്പിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. വീഡിയോ ഞാനിവിടെ നിർത്തുകയാണ്. ഓക്കെ, ഇഷ്ടപ്പെട്ടുകയെന്നുണ്ടെങ്കിൽ ലൈക്ക് അടിച്ചേക്കേണ്ടി. താങ്ക്സ് ഫോർ വാച്ചിങ്. എക്സ് വൈബ്സ്. സീ യു അഗെയിൻ. ജയ് ഹിന്ദ്.